ഇന്ന് മഴയൊന്നും പെയ്യുന്നതാണോ ഇല്ല, പക്ഷേ രാത്രി മഴ പെയ്തിട്ടുണ്ട്. എപ്പോഴും കിട്ടാറില്ല. നോർമലി ഈ റൈറ്റ് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഫസ്റ്റ് സിഗ്നൽ ഞാൻ ഈ ഊഴി വരുന്നത് ഈ മെയിൻ റോഡ് കട്ട് ചെയ്യാനാണ്. ചിലപ്പോൾ ഈ സ്ഥലത്തെല്ലാം ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ വെറുതെ വണ്ടിയുടെ പുറകെയാണ്. നമുക്ക് ബസ്സൊക്കെ ഉണ്ടെങ്കിൽ ലൈൻ ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ലൈൻ ഫിൽട്ടർ ചെയ്ത് നടുക്കൂടെ പോയി ഫ്രണ്ടിരിക്കാം. പക്ഷെ ബസ് ട്രക്ക് എന്നുള്ളപ്പോൾ അത് ചെയ്തെന്ന് റൂഡ്. അടുത്ത നമ്മുടെ സിഗ്നലാണ്. അഡ്ലേഡിൽ മോസ്റ്റ്ലി ഓസ്ട്രേലിയയിലെല്ലാവരും കോഫി, ഒരു നല്ല കോഫി കൾച്ചർ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല കോഫി കിട്ടാനാണ് ഈ ചേട്ടന്മാർ കാപ്പി കുടിച്ച് രാവിലെ നടക്കുന്നത്. ഇവൻ വെനിക്കോട് ബസ്സിനെ നമുക്ക് ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് എല്ലാവരും ഒരു കോഫി വാങ്ങിച്ച് നടക്കുമായിരിക്കും. മാത്രമല്ല അവിടുത്തെ കോഫിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കോഫി കുടിക്കുന്നത് നമ്മളൊരു കാപ്പി കുടിച്ച് അല്ലെങ്കിൽ ചായ കുടിച്ച് ചെറിയൊരു എന്താ പറയുക കഫീൻ കുറച്ച്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കോഫി കുടിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഡ്രിങ്കിങ് ആൻ എനർജി ഡ്രിങ്ക്. നമുക്കൊരു പ്രത്യേകതരം ബൂസ്റ്റ് കിട്ടും. അതുകൊണ്ടായിരിക്കും ഇവിടെ ആൾക്കാരെല്ലാം രാവിലെ കോഫിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളാണ്. നമ്മൾ നാട്ടിൽ കൂടിപ്പോൾ ഒരു 15 വർഷത്തേക്കില്ല ആൾക്കാർ വണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന വണ്ടി ചിലപ്പോൾ 20 കൊല്ലം 25 വർഷം പഴയതായിരിക്കും. കാരണം നമ്മുടെ ബഡ്ജറ്റ് ഒത്തു വരുന്ന വണ്ടി അതായിരിക്കും. ഈ വണ്ടികളെല്ലാം ഓടി പക്ഷെ ഓടുന്ന വണ്ടികൾ നല്ല വണ്ടികളായിരിക്കും. എൻ്റെ കയ്യിലൊരു പഴയ മാസ്ത ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല വണ്ടിയായിരുന്നു. അത് 2010 എത്രയായി 16 വർഷം പഴയ കാറായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ വേറൊരു കാറ് വാങ്ങിച്ചപ്പോൾ അതെൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങി. ഇപ്പോഴും ഓടുന്നുണ്ട്. പക്ഷെ ഒരു ഇടി കിട്ടിയോണ്ട് റൈറ്റ് സൈഡിൽ ഡോർ തുറക്കുന്നില്ല. അപ്പോൾ ആള് പാസഞ്ചർ സൈഡിൽ നിന്നാണ് വണ്ടിയിൽ കയറുന്നത് ഇറങ്ങുന്നത്. അതാണ് എൻ്റെ മസ്താറ്റ് വലുത്. റെക്കോർഡിങ് ഇത് വലിയ ശീലയില്ലേ, ഇടയ്ക്ക് റെക്കോർഡിങ് ആണോ നമുക്ക്. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഫുട്ടേജ് ഇഷ്ടപ്പെടില്ല. പിന്നെയും റിപ്പീറ്റ് ആയിരിക്കും അടുത്ത ദിവസം. പക്ഷെ ഇതെൻ്റെ ടേക്ക് 1 ആട്ടോ. ഇതിൻ്റെ ടേക്ക് 1 എന്നുള്ള പോർഷൻ ഞാൻ എന്നേലും യൂട്യൂബ് ചാനൽ തുടങ്ങിയ അവിടെ ഇടുന്നതായിരിക്കും. നമ്മൾ സിറ്റിയിലോട്ട് പോകുന്നതുകൊണ്ട് ഒരു സിഗ്നൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാം. ഇങ്ങനെ നമുക്ക് കുറെ സിഗ്നലുകൾ കടന്നാണ് മെയിൻ സിറ്റിയിലെത്തുന്നത്. അപ്പോൾ മെയിൻ സിറ്റിയിൽ കാറുകൾക്കെല്ലാം പെയ്ഡ് പാർക്കിങ്, മോട്ടോർ സൈക്കിളിനെല്ലാം ഫ്രീ പാർക്കിങ്. അങ്ങനെയാണ് എൻ്റെ ഡെയിലി കമ്മ്യൂട്ട് മോട്ടോർ സൈക്കിളാണ്. പണ്ടും ബൈക്ക് ഓടിക്കാൻ ഇഷ്ടമാണ്. നാട്ടിൽ ബൈക്ക് എന്ന് പറയുന്നത് മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത്, മോട്ടോർ ബൈക്ക് എന്ന് പറയുന്നത് ബൈക്ക് എന്ന് പറയുന്നത് നാട്ടിലെ പെഡൽ സൈക്കിളാണ്, ചവിട്ടുന്ന സൈക്കിൾ. ബൈക്ക് എൻ്റെ ഡെയിലി ആയിരുന്നു. പിന്നെ അഡ്ലേഡ് എന്ന് പറഞ്ഞ സിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ സിറ്റി ഒന്നും പ്രതീക്ഷിക്കാറില്ല. ഒരു ചെറിയ സിറ്റിയാണ്. പക്ഷേ CBD എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ വലിയ സിറ്റിയിൽ പോയാലും CBDകൾക്ക് കുറേ ബുദ്ധിമുട്ടുകൾ, കുറേ കഷ്ടപ്പാടുകൾ വരും. അതായത് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ പാർക്ക് ചെയ്യുക 2 മണി വരെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പാർക്ക് ചെയ്ത് 5 മണി വരെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു $21 to $30 എടുക്കണം. അത് തന്നെ ചില സമയത്ത് നമുക്ക് പ്രീ ബുക്ക് ചെയ്യണം സ്പോട്ട്. അതിന് പ്രീ ബുക്ക് ചെയ്താലും നമുക്ക് സ്പോട്ട് കിട്ടണമെന്നില്ല. നമ്മളെ പേയ്മെൻറ്റിനാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ
പാർക്കിംഗ് സിറ്റിയിലൊരു ഹാസലാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും പാർക്കിങ്ങിൽ റിലേ ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്കൊരു 10-15 മിനിറ്റ്സ് കമ്മ്യൂട്ടേ ഉള്ളൂ. എനിക്ക് 9 ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലീവ് home at like 8:25. ഞാനൊരു 8:45 ആവുമ്പോൾ സിറ്റിയിലെത്തും. പിന്നെ പാർക്ക് ചെയ്ത് പയ്യെ ജോലി കയറാം. ഈ മുന്നിൽ പോകുന്ന ആദ്യം നമ്മൾ ഈ പാർട്ട് ടൈം കിട്ടത്തുള്ളൂ. പിന്നെ ഊബർ ഈറ്റ്സ് ഓടാന്ന് പറഞ്ഞ് എടുക്കുന്ന വണ്ടിയാണ്. ഒരു പ്രായമുള്ള അപ്പച്ചൻ, പുള്ളി നല്ല വണ്ടിയാവുന്നത് നമുക്കെല്ലാം അറിയാൻ വരും. നോക്കാൻ നല്ല വണ്ടിയാവുന്നത് ഒരു കുഴപ്പമില്ല. പുള്ളി എന്നും 100 കിലോമീറ്റർ ഓടിക്കുന്നതെന്ന് പറഞ്ഞ് വളരെ തുച്ഛമായ തുക. അന്ന് വലിയ തുകയാണ് നമ്മൾ, ഇന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ തുക. നമുക്ക് ആ വണ്ടി ആള് വെച്ച് തന്നു. ആദ്യം ഓടിച്ച് കുഴപ്പമൊന്നുമില്ല, ഓടിച്ച് നോക്കിയാലല്ലേ അറിയുള്ളൂ. നമുക്ക് അല്ലാണ്ട് വേറെ എന്തെങ്കിലും മെക്കാനിക്കൽ സാധനം നോക്കാൻ അറിയുള്ളൂ. നമ്മൾ അറിയത്തില്ല, അതൊട്ടും അറിയത്തില്ല. ഈ വണ്ടിയെന്ന് കുറെ പഠിച്ചു. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടിയുടെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്ന് ലീക്കാവാനും ചൂടാവാനും ഒഴുകാനും ഒക്കെ പറയും. അപ്പൊ നമുക്ക് മനസ്സിലായി പണി പാളി. നമ്മുടെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു. ഫ്രണ്ട് ഒരു മെക്കാനിക്കേട്ടന് അടുത്ത് വന്നു. മെക്കാനിക്കേട്ടന് അടുത്ത് കൊണ്ടുപോയി ആളൊരു $40-50. അന്ന് $40 ഭയങ്കര സംഭവമാണ്. കാരണം നമ്മൾ പാർട്ട് ടൈം ഇല്ല, ചെറുതായിട്ട് ഊബർ ഓടുന്നു, അവിടെ ഇവിടെ തട്ടിക്കൂട്ടി ജോലി ചെയ്യുന്നു. $50 കൊണ്ട് കൊടുക്കും. ആള് വണ്ടി ഒന്ന് തട്ടിക്കൂട്ടി തരും, പോവും. 2 ദിവസം കഴിയും, വീണ്ടും പണിയാണ്. അങ്ങനെ ആ വണ്ടി കൊണ്ട് കുറെ ഇക്ഷ ഇന്ന ഞാൻ വെച്ചു. കാരണം നമുക്കിവിടെ സിറ്റിയിലാണ് താമസിക്കുന്നത്, പാർക്ക് ചെയ്യാൻ പറ്റൂല. എന്നിട്ട് 2 മണിക്കൂർ പാർക്കിങ്ങിന് അവിടെ കൊണ്ടിടും. എന്നിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ ഞാനോ അവനോ പോയി മാറ്റിയിടും. ഇല്ലെങ്കിൽ എന്നെ $60, $65 ഫൈൻ വരാം. കിട്ടി, 2-3 കിട്ടിയായിരുന്നു. എന്നാലും ഇടയ്ക്ക് ഊബർ ഓടും. ഈ വണ്ടി എന്നാണ് തുച്ഛമായ തുകയ്ക്ക് മേടിച്ചുകൊണ്ട് പ്രോഫിറ്റ് അല്ലെങ്കിലും റവന്യൂ വെച്ച് ഊബർ ഈറ്റ്സ് ഓടി ആ വണ്ടിയുടെ ഒരു ഏകദേശം പൈസ മിച്ചപ്പെടുത്തി. പിന്നെ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഒരു മെക്കാനിക് ചേട്ടനുണ്ട്, ആ വണ്ടി ആ കണ്ടീഷനിൽ ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിച്ചു. പുള്ളിയോട് പറഞ്ഞു ഇതെല്ലാം പോയി, ഞങ്ങൾക്ക് പണി കിട്ടിയത് ഒരാൾ വറ്റിച്ചു തന്നു. പുള്ളി കുഴപ്പമില്ല, എനിക്ക് ഇങ്ങനത്തെ പ്രൊജക്റ്റ് വണ്ടികൾ ഇഷ്ടമാണ്, ഞാനിങ്ങനെയാണ് എൻ്റെ റിട്ടയർമെന്റിൽ എനിക്ക് എൻജോയ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആശാനത് നമ്മുടെ അടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടി. എനിക്ക് ആ പാർക്കിംഗ് ഇടാൻ മടിയാ, അവിടെ ഒന്നുമുണ്ട്. പക്ഷെ നമ്മളെ കാണാതെ ആരെല്ലാം റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വീഴുന്ന വണ്ടി നമ്മുടെ ആയിരിക്കും. അതുകൊണ്ട് നടുക്ക ഇടും. എല്ലാം കൂടെ ഒരുമിച്ച് വേണം നമ്മുടെ വീഴും. അങ്ങനത്തെ ഒരു ചെറിയ കയറ്റിയാണ്. എന്റെ പുറകിൽ ഒരു വണ്ടി അടുത്തുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒറ്റയടിക്കൊന്നും നിർത്താൻ പറ്റില്ല. പിന്നെ ഇത് ബൈസൈക്കിൾ ലൈനാണ്. ബൈസൈക്കിൾ ലൈനൊക്കെ നമുക്ക് ഒരുപാട് ഡാൻസ് കളിക്കാൻ പറ്റൂല. ബൈസൈക്കിൾ ചേട്ടന്മാർ വന്നിട്ട് നമ്മളെ ചീത്ത പറയും. ഇവിടുത്തെ കാറുകാര്, ബൈസൈക്കിളുകാര്, മോട്ടോർ സൈക്കിളുകാര് മൈൻഡ് ചെയ്യൂല. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ ഞാൻ ഉണ്ടെന്ന് പോലും അറിയാതെ വണ്ടി ഓടിച്ചു പോകുന്നത്. പക്ഷെ അങ്ങനെ വല്ലപ്പോഴും സംഭവിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലത്രയും നാട്ടിൽ കിടന്ന് ഓടിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കതൊന്നും ഒരു പുതുമയായിട്ട് തോന്നില്ല. നമ്മളതിനെ എന്താ പറയുക, നമുക്ക് ആ ഒരു റീഫ്ലെക്സ് വരും. പെട്ടെന്ന് നോക്കി ഈ ചേട്ടൻ മട്ടൻ ചാടും. അപ്പൊ നമ്മളെന്ത് ചെയ്യും, നമ്മൾ സ്ലോ ആക്കും നേരത്തെ. ഇവിടെ വണ്ടി ഓടിച്ച് പഠിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആ ഒരു റിഫ്ലെക്സ് ഇല്ല. ഒരാൾ വട്ടം ചാടി ഇടിച്ച് തെറിപ്പിച്ചോണ്ട് പോകും. കാരണം ഇവർക്ക് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടണമെന്നൊന്നും അറിയത്തില്ല. കാരണം എല്ലാവരും നിയമം പാലിക്കും എന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ എണ്ണന്മാർ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി പണിക്ക് കയറട്ടെ. ആ ബിൽഡിങ്ങിന്റെ ബാക്കിലാണ് എൻ്റെ ഓഫീസ്. അപ്പം ബൈ. ഈ ഫുട്ടേജ് എടുത്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയുമ്പോൾ പിന്നെ പറയാം അടുത്ത വീഡിയോ എടുക്കുന്നത് വേണ്ടിയെന്ന്. അപ്പം ശരി.